കപ്പ് നിങ്ങൾക്കായിട്ട് ഞാൻ സമർപ്പിക്കുന്നു. ഞാൻ കപ്പ് കാണിക്കട്ടെ. കപ്പ് 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 ഞാനിത് ഒരുപാട് കഷ്ടപ്പെട്ട് സ്ട്രഗിൾ ചെയ്ത് ഫൈറ്റ് ചെയ്ത് പോരാടി വാങ്ങിച്ച കപ്പാണ് കേട്ടോ, അല്ലേ? അത് ഇവിടേക്ക് കൂടുതൽ ലൈവ് കാണുന്നവർക്ക് ചിലപ്പോൾ മനസ്സിലായിരിക്കാം. ലൈവ് കാണുന്ന എത്ര പേരുണ്ട് അല്ലേ? മനസ്സിലായി വന്നപ്പോൾ. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. ഇതാണ് എനിക്ക് കിട്ടിയ കപ്പ്. ഇത് നിങ്ങൾക്കുള്ളതാണ്. താഴോട്ട് എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ സംസാരിക്കും. നിന്നോ എന്നെ കാണാമോ? ആദ്യം തന്നെ നിങ്ങളുടെ സ്നേഹത്തിന് ഒരുപാട് നന്ദി. എന്റെ സൗണ്ട് പോയിരിക്കുകയാണ്. എല്ലാവർക്കും സുഖല്ലേ? ഹലോ, രാത്രി രണ്ടാമത് പോകാണ്ടൊന്നും ഇരിക്കണ്ട. ആരുടെ പവർ എന്താണെന്ന് കാണിച്ചു കൊടുക്കും എന്റെ ഫ്രണ്ട്സിന്. ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്, ഒരുപാട് അഭിമാനം തോന്നുന്നുണ്ട്. കാരണം വീണ്ടും കഴിഞ്ഞ വർഷം കുറച്ച് മാസങ്ങൾക്ക് മുമ്പായിട്ട് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു എനിക്ക്. ആ ടൈമിൽ മഠത്തിൽ വെച്ച് എനിക്ക് ഇതുപോലൊരു എന്താ പറയുക നന്മകളുണ്ടായിരുന്നു. ആ ടൈമിൽ ഞാൻ ഒരുപാട് സന്തോഷിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് സ്വീകരണം തന്നതിൽ. ഒപ്പം ഇപ്പോൾ നമ്മുടെ ഏഷ്യനെറ്റിലെ ബിഗ് ബോസ് സീസൺ 7 ടൈറ്റിൽ വിന്നറായിട്ട് പ്രഖ്യാപിച്ചു. അതിൽ എനിക്ക് സ്വീകരണം തന്നതിൽ ഒത്തിരി സന്തോഷം. അതും എൻ്റെ നാട്ടിൽ, അതും ആര്യനാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളി പ്രേക്ഷകർക്കും ആര്യനാട് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. പിന്നെ ആര്യനാട് അനുമോൾ എന്നാണ് കളിയാക്കുന്നില്ല. ആ പേരിലാണ് ഞാൻ അറിയപ്പെടുന്നത്. അതിൽ ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നുണ്ട്, സന്തോഷിക്കുന്നുണ്ട്. നിങ്ങളോ? ഞങ്ങളും അഭിമാനിക്കുന്നു. അഭിമാനിക്കുന്നു. ഇവിടുത്തെ നാട്ടുകാരനാണോ? അല്ല, ഒന്നും ആര്യനാടല്ലാന്ന് എനിക്ക് മനസ്സിലായി. എന്തായാലും ഭയങ്കര സന്തോഷമുണ്ട്. എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് സ്നേഹിച്ച് വോട്ട് ചെയ്ത് എന്നെ ജയിപ്പിച്ചാല് ഞങ്ങൾ എന്റെ സ്വന്തം ആര്യനാട് എല്ലാവരോടും ഒത്തിരി സ്നേഹവും നന്ദിയല്ല കേട്ടോ, സ്നേഹവും സന്തോഷവും അറിയിക്കുകയാണ്. എപ്പോഴും ഈ ഒരു സ്നേഹം ഉണ്ടാവും. ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. കാരണം ഇവിടെ ഈ നിൽക്കുന്നവരെ എല്ലാവരും എനിക്ക് അറിയാവുന്നവരാണ്. എല്ലാവരും ആ മുഖത്തെ ചിരി കാണുമ്പോൾ മനസ്സിലാവും കുഞ്ഞിലെ മുതലേ ഞാൻ ഇവിടെ ജനിച്ചു വളർന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരുപാട് പേര്, കാരണം എനിക്ക് തോന്നുന്നു പല സ്ഥലങ്ങളിൽ നിന്നൊക്കെ എന്നെ കാണാൻ വേണ്ടിയൊക്കെ വന്നിരിക്കുന്നുണ്ടാവും അല്ലേ? ആണ്. കാസർഗോഡ് അബുദാബി പറഞ്ഞപ്പോഴാണ് പെട്ടെന്ന് സ്റ്റേജിൽ ഞാൻ താഴെ കിടക്കും കേട്ടോ. നാളെ ഒരു പ്രോഗ്രാമാണ്. ആരും തള്ളരുത്. എന്നെ കാണാമോ? അമ്മ മാത്രം കഥ. അമ്മ സോഷ്യൽ മീഡിയയിൽ വൈറലാണല്ലോ എന്റെ പേരും പറഞ്ഞതൊക്കെ ഞാൻ കണ്ടായിരുന്നു. സോഷ്യൽ മീഡിയ തുറക്കുമ്പോൾ ഫുള്ളും ആര്യനാടാണ് കാണിക്കുന്നത്. അപ്പം ആര്യനാടല്ല, ഇത് എന്റെ മാമൻ ഉൾപ്പെടെ എല്ലാവരും വോട്ടിന് വേണ്ടിയിട്ട് എല്ലായിടത്തും പോയി എന്താ വോട്ടൊക്കെ ചോദിച്ച് എന്നെ വോട്ട് ജയിപ്പിച്ചതിൽ ഒരുപാട് സന്തോഷം. പ്രത്യേകിച്ച് സുനിമാമൻ ഒരുപാട് കഷ്ടപ്പെട്ടു. സുനിമ മാത്രമല്ല എല്ലാവരും ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ പോയി വോട്ട് ചോദിച്ചു. ഇതായിട്ട് ഞാൻ സോഷ്യൽ മീഡിയ, അതായത് ഫോൺ എടുത്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത്. എനിക്ക് വോട്ട് ചെയ്തോ? നിങ്ങൾ ചെയ്തോ? അപ്പൊ നിങ്ങളാണ് ശരിക്കും എന്റെ PR അല്ലേ? പിന്നെ എന്തിനാ എല്ലാരും PR എന്ന് പറഞ്ഞ് എന്നെ കളിയാക്കുന്നത്? കേട്ടില്ല. അതാണ് അസൂയക്കും പുഷ്പനും മരുന്ന് പറയുന്നത് കറക്റ്റ് ആട്ടോ അല്ലേ? ശരിക്കും എന്റെ PR നിങ്ങളാണ് അല്ലേ? പറഞ്ഞു കൊടുക്കണം. പിന്നെ എനിക്കറിയാം ഇതിൽ നിൽക്കുന്നവരൊക്കെ എനിക്ക് വോട്ട് ചെയ്തിട്ടില്ല, വേറെ ആൾക്കാണ് വോട്ട് ചെയ്തിരുന്നത്. എനിക്കത് പ്രശ്നമില്ല. ഓരോരുത്തരെ ഇഷ്ടപ്പെടാന്നുള്ളതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, അതൊക്കെ പ്രശ്നമില്ല. പക്ഷേ ഞാൻ വീണ്ടും പറയാണ്, ആര്യനാട് കാര്യങ്ങൾ ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നു, ഒരുപാട് സന്തോഷിക്കുന്നു. ഞാൻ ഇനി ഇവിടെ എങ്ങോട്ടെങ്കിലും പോയാൽ പോലും ഞാൻ ആര്യനാടാണ് എൻ്റെ സ്ഥലം എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. കാരണം ഭയങ്കര ഐശ്വര്യമുള്ള സ്ഥലമാണ് ആര്യനാട്. അല്ലേ? ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നതാണ് ആര്യനാട്. സത്യം
ഒരുപാട് പേര് ചേരപ്പള്ളിയോ, ഞാൻ ആൾക്കാർ ചേരപ്പള്ളിയിൽ താമസിക്കുന്ന എല്ലാ കാര്യമാണ്. അതാരും പറഞ്ഞു ചേരപ്പള്ളിയിലാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ലേ? എല്ലാവർക്കും അറിയാം, ഈ നാട്ടുകാർക്കും ഈ പുറത്തുള്ളവർക്ക് പോലും അറിയാം. അത് അബുദാബിന്ന് വരെ എനിക്ക് മൊമെന്റ് ആയിട്ട് വന്നിരിക്കുകയാണ് ദർശന ടീം, നസീർക്ക അല്ലേ? അതെ, നസീർക്ക ഒരുപാട് സന്തോഷം, ഒരുപാട് സന്തോഷം. പിന്നെ വേറെന്താ? അപ്പൊ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? സെൽഫി ചേട്ടൻ മാത്രമായിട്ടോ? കൂടെ 3 പേർക്ക് സംസാരിക്കാണ്ട്. അവർ സംസാരിക്കാൻ പറ്റില്ല, കാരണം നിങ്ങൾക്കറിയാം സ്റ്റാർ മാജിക്കിലൂടെ കണ്ട ആർട്ടിസ്റ്റുകളാണ്. എവിടെ അമീനും ഡയാനയും ആദിലും എന്റെ നല്ല 3 പേരും എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. അപ്പൊ വിളിച്ചപ്പോ ഇവിടെ എത്തിയ എന്താ പറയുക, ഞാൻ ഫോൺ മെസ്സേജ് അയച്ചതേ ഉള്ളൂ അല്ലേ, വരാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോ പിന്നെ എന്താ ആദ്യം ഞാൻ പോലും നാട്ടിൽ, ഞാനിപ്പോ ട്രിവാൻഡ്രം താമസിക്കുന്നത്, ഞാൻ പോലും നാട്ടിൽ അധികം വരാറില്ല. പക്ഷെ എന്നെക്കാട്ടിലും കൂടുതൽ നാട്ടിൽ വരുന്ന ഒരാളാണ് ആതിര. എന്തിനാ വരുന്നത്? ഫുഡ് കഴിക്കാൻ. കാരണം ചിക്കൻ തോരൻ കഴിക്കാൻ വേണ്ടി അവള് ട്രിവാൻഡ്രത്ത് നിന്ന്, അതായത് വഴുതക്കാട് നിന്ന് അവൾ ഇവിടെ വരും. എത്ര തവണ? ഇഷ്ടം പോലെ. എനിക്ക് ഇവിടുത്തെ മിക്ക കടകളും അറിയാം. ഇവിടെ ഒത്തിരി നല്ല എന്നെക്കാളും അറിയാം ഇവിടുത്തെ ഏതൊക്കെ കടകളിലാണ് ചിക്കൻ തോരൻ കിട്ടുന്നത്, പൊറോട്ട, പിന്നെ ബീഫ് കറി. എന്നെ കൊണ്ട് ഒരു ദിവസം എന്നെ വിളിച്ചുകൊണ്ടിട്ട് എനിക്ക് മേടിച്ചു തരുന്നു. അപ്പൊ ഞാനായി പുറത്തുനിന്നാണ്. അപ്പൊ എന്തായാലും കൂടെയുള്ള എന്റെ ഫ്രണ്ട്സിന് സംസാരിക്കുന്നുണ്ട്. അപ്പം